2015 ജനുവരി മാസം ഒരു വിമാനം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ വിമാനത്തിനകത്ത് ഇന്ദു എന്നൊരു ലേഡിയുണ്ടായിരുന്നു. ഇന്ദു റബേക്ക വർഗീസ്. ഇന്ദുവിന്റെ ആ യാത്രയ്ക്ക് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട്. യാത്രാമധ്യേ ഇന്ദു തന്റെ ലാപ്ടോപ്പിൽ തന്റെ പ്രിയ ഭർത്താവിന്റെ ചിത്രമെടുത്തു വെച്ചു. അദ്ദേഹത്തെപ്പറ്റി ഓർക്കാൻ ആരംഭിച്ചു. എനിക്കും അവനും കടലിനും ആകാശത്തിനും ഇടയിലുള്ള ദൂരമാണ്. ഞാനും അവനും തമ്മിൽ എന്നേക്കും നീളുന്ന ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിലും. ഇന്ദുവിന്റെ വാക്കുകളിൽ ഇന്ദുവിന്റെ ജീവിതം മുഴുവനുമുണ്ടായിരുന്നു. ഇന്ദു തന്റെ പ്രിയപ്പെട്ടവന്റെ കഥ പറഞ്ഞു തുടങ്ങി. മേജർ മുകുന്ദ് വരദരാജന്റെ കഥ, ഇന്ദുവിന്റെ മുകുന്ദിന്റെ കഥ. മുകുന്ദ് വരദരാജൻ ഒരു സമയത്ത് 44 രാഷ്ട്രീയ റൈഫിൾസിൽ മേജറായി ജോലി നോക്കിയിരുന്നു. ചീറ്റ കമ്പനി ബേസ് ഷോപ്പിയാനിൽ വളരെയധികം സമർത്ഥനായ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. തന്റെ ടീമിലുള്ളവരെ ആക്റ്റീവായി നിർത്തുവാൻ എപ്പോഴും അദ്ദേഹം ശ്രമിച്ചിരുന്നു. പലപ്പോഴും സർപ്രൈസായി തന്റെ ടീമിലെ പട്ടാളക്കാർക്ക് മോക്ക് ഡ്രില്ലുകൾ വരെ അദ്ദേഹം സംഘടിപ്പിച്ചു. അവരുടെ പോരായ്മകൾ അവരെ കുറ്റപ്പെടുത്താതെ തന്നെ ചൂണ്ടിക്കാണിച്ചു. ഇംപ്രൂവ് ചെയ്യുവാൻ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകി. മേജർ മുകുന്ദിന്റെ ഭട്ടിയായ സിപ്പോയ് വിക്രം സിംഗ് ആയിരുന്നു അന്നത്തെ മോക്ക് ഡ്രില്ലിൽ ശത്രുക്കളുടെ നേതാവായി പ്രവർത്തിച്ചത്. വിക്രം സിംഗിന്റെ ആക്യുറസിയെ അന്ന് മുകുന്ദ് പ്രകീർത്തിക്കുന്നു പോലുമുണ്ട്. പിന്നാലെ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിലാണ് കേണൽ ഡബാസിന്റെ ഫോൺ കോൾ മുകുന്ദിന് വന്നെത്തുന്നത്. മാഡി എന്നായിരുന്നു മുകുന്ദിന്റെ കോൾ നെയിം. ഫെബ്രുവരി 9, 2013 പാർലമെന്റ് അറ്റാക്ക് ചെയ്തിരുന്ന തീവ്രവാദി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയ ദിവസം. അഫ്സൽ ഗുരുവിന്റെ ഫാമിലിക്ക് ആശ്വാസമറിയിക്കാനും പിന്തുണ അറിയിക്കാനും തീവ്രവാദി സംഘങ്ങളുടെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ രാഷ്ട്രീയ റൈഫിൾസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന അൽത്താഫ് ബാബ എന്ന തീവ്രവാദിയും ഉൾപ്പെടും. വൈകാതെ ടീം തയ്യാറെടുത്തു. അൽത്താഫ് ബാബയെ പിടികൂടാൻ വേണ്ടി കൃത്യ ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടു ചെന്നു. വലിയ തോതിൽ കലാപവും പ്രശ്നവുമൊക്കെ അരങ്ങേറാൻ സാധ്യതയുള്ളതുകൊണ്ട് കടകൾ അടയ്ക്കപ്പെട്ടിരുന്നു. പട്ടാളം എങ്ങും കാവലുണ്ട്. വൈകാതെ പുറത്തേക്കിറങ്ങിയ അൽത്താഫ് ബാബ രാഷ്ട്രീയ റൈഫിളിന്റെ നിരീക്ഷണത്തിൽപ്പെട്ടു. അൽത്താഫ് ബാബ തീവ്രവാദിയാണ്. അൽത്താഫ് ബാബയെ കസ്റ്റഡിയിലെടുക്കുവാൻ മേജർ മുകുന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അൽത്താഫ് ബാബയുടെ വാഹനത്തിന് മുന്നിലേക്ക് പാഞ്ഞെത്തി. പക്ഷേ അപ്പോഴേക്കും അൽത്താഫ് ബാബയെ സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ ലോക്കൽസായ കുറെ ജനങ്ങൾ, സിവിലിയൻസ് അവിടം വളഞ്ഞിരുന്നു. പട്ടാളക്കാർക്കെതിരെ അവർ കല്ലെറിയാനും മറ്റും ആരംഭിച്ചു. സിവിലിയൻസിന്റെ സഹായത്തിൽ അൽത്താഫ് ബാബ സുരക്ഷിതമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. മേജർ മുകുന്ദിന്റെയും സംഘത്തിന്റെയും ഓപ്പറേഷൻ വലിയ തോതിൽ ഫെയിലായി. അന്ന് അൽത്താഫ് ബാബയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിവിട്ടത് ഒരു യുവാവായിരുന്നു. അൽത്താഫ് ബാബ ആ യുവാവിൽ ഇംപ്രസ്ഡ് ആയി. അവനോട് ബോർഡർ താണ്ടി വരുവാൻ ആവശ്യപ്പെട്ടു. മുഹമ്മദ് ലത്തീഫ് എന്നായിരുന്നു ആ യുവാവിന്റെ പേര്. കഥ അവിടെ നിന്ന് കുറച്ച് പഴയകാലത്തിലേക്ക് പോവുകയാണ്. 12/4/1983 ഇന്ത്യൻ ഭൂമിയിലേക്ക് വരദരാജൻ എന്ന അച്ഛന്റെയും ഗീതാ വരദരാജൻ എന്ന അമ്മയുടെയും മകനായി മുകുന്ദ് ജനിച്ചു വീണ ദിവസം. മൂത്ത 2 സഹോദരിമാർ അനിയന്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോ അച്ഛനായിരുന്നു കൃഷ്ണ വിഗ്രഹം നോക്കി മുകുന്ദ് എന്നവന് പേരിട്ടത്. മുകുന്ദ് ജനിച്ച 7 മാസത്തിനപ്പുറം ഇന്ദു റബേക്ക വർഗീസും ജനിച്ചിരുന്നു. പക്ഷെ അവരിരുവരും കണ്ടുമുട്ടാൻ പിന്നീടും വർഷങ്ങൾ വേണ്ടി വന്നു. 21 വർഷങ്ങൾക്കപ്പുറം മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഇന്ദു റബേക്ക വർഗീസ് അവിടെ പഠിക്കാനെത്തിയതായിരുന്നു. വർഷം 2004. ഇന്ദു അവിടെ എത്തുമ്പോൾ മുകുന്ദ് അവിടെ ഇന്ദുവിന്റെ സീനിയറാണ്. രംഗോലി മത്സരത്തിൽ MA കമ്മ്യൂണിക്കേഷൻ അന്ന് വിജയിച്ചിരുന്നു. ഇന്ദുവായിരുന്നു അതിന്റെ മെയിൻ ലീഡ്. ഇന്ദു അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടു. ആ സമയമാണ് അധ്യാപിക ഇന്ദുവിനോട് വരാനിരിക്കുന്ന ഇന്റർ കോളേജ് ഫെസ്റ്റിവലിൽ ഫാഷൻ ഷോയിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെടുന്നത്. തന്റെ രൂപഭംഗിയിലൊന്നും വലിയ കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ഇന്ദു അതിൽ നിന്ന് ബാക്കടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ദുവിനെ സീനിയേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കാൻ അധ്യാപിക പറയുകയായിരുന്നു ചെയ്തത്. അങ്ങനായിരുന്നു ഇന്ദു മുകുന്ദിന്റെ മുമ്പിൽ എത്തിച്ചേരുന്നത്. ഇന്ദുവും മുകുന്ദും ആദ്യമായി പരസ്പരം കണ്ട ദിവസം ഇന്ദുവിന് നല്ല സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. പക്ഷേ മുകുന്ദ് അവളെ സപ്പോർട്ട് ചെയ്തു, അവളെ ട്രെയിൻ ചെയ്യിച്ചു. പിന്നീട് നടന്ന ഫാഷൻ ഷോയിൽ ഇന്ദു മികച്ച രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. ഏറെ ഭംഗിയിൽ അന്ന് ഇന്ദുവിനെ മുകുന്ദ് നോക്കിക്കാണുന്നുമുണ്ട്. അന്നത്തെ മത്സരത്തിൽ ഇന്ദു വിജയിച്ചു. അവർക്കിടയിലെ അടുപ്പത്തിന് തുടക്കം കുറിക്കുന്നത് അവിടെ നിന്നുമായിരുന്നു. അന്ന് വൈകിട്ട് കോളേജ് സ്റ്റുഡൻസ് ഒക്കെയും ഒരു ബീച്ചിൽ പോയിരുന്നു. മുകുന്ദ് അവിടെ തനിച്ച് എന്തോ ചിന്തിച്ചിരിക്കുമ്പോ ഇന്ദു അടുത്തു ചെന്നു മുകുന്ദിനോട് സംസാരിച്ചു. ആ സമയത്താണ് മുകുന്ദ് SSB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് എന്നെന്തു മനസ്സിലാക്കുന്നത്. ആർമിയിൽ പോകണം എന്ന അത്രമേൽ ആഗ്രഹം അന്നേ മുകുന്ദിനുണ്ടായിരുന്നു. പക്ഷേ മുകുന്ദിന്റെ അമ്മയ്ക്ക് മകൻ ആർമിയിൽ പോകുന്നതിൽ തീരെ താല്പര്യമില്ല. അമ്മ അതിനെ പണ്ട് തൊട്ടേ എപ്പോഴും എതിർക്കുമായിരുന്നു. ആ കാര്യവും മുകുന്ദൻ ഇന്ദുവിനോട് പറയുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മുകുന്ദ് ഒരു ആർമി പരേഡ് കാണാൻ അവസരം കിട്ടിപ്പോയിരുന്നു. അന്നത്തെ ആ പരേഡ് മുകുന്ദിന്റെ മനസ്സിൽ ആർമിയുടെ രൂപം വരച്ചു ചേർക്കുകയായിരുന്നു. അന്നു മുതൽ ഒരു പട്ടാളക്കാരനാവാൻ, ഓഫീസറാവാൻ മുകുന്ദ് അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ SSB എക്സാം ടഫാണെന്നും താൻ പരാജയപ്പെടുമോ എന്ന ഭീതിയും മുകുന്ദിനുണ്ടായിരുന്നു. ഇന്ദു പക്ഷേ മുകുന്ദിനെ പ്രോത്സാഹിപ്പിച്ചു. തന്റെ അമ്മ ആർമി എക്സാമിൽ താൻ തോൽക്കാൻ എല്ലാ അമ്പലങ്ങളിലും പ്രാർത്ഥിക്കുകയാണ്
മലയാളിയാണെന്നും ദുഃഖത്തോടെ മുകുന്ദ് പറഞ്ഞു. ആ സമയം ഇന്ദു അവനു വേണ്ടി താൻ പ്രാർത്ഥിച്ചോളാം എന്ന് മുകുന്ദിനോട് പറയുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൽ അവർക്കുള്ളിൽ പ്രണയം പൂത്തു തുടങ്ങുന്നുണ്ടായിരുന്നു. മുകുന്ദിന്റെ ഇഷ്ടദൈവം അയ്യപ്പ സ്വാമിയാണ് എന്നുകൂടി അറിഞ്ഞതോടെ ഇന്ദുവിൽ ഒരു കൗതുകം വന്നു. ഇന്ദുകാര്യം ഒരു മലയാളി കൂടിയാണല്ലോ. അന്ന് പോകുന്നതിന് മുമ്പ് ഇന്ദു ചോദിച്ചു, ചേട്ടൻ സൂപ്പർ മോഡലാണ് എന്നെല്ലാരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്റെ കൂടെ മാത്രം നടന്നിട്ടില്ലല്ലോ. അന്ന് മുകുന്ദ് ഇന്ദുവിന്റെ കൈപിടിച്ച് നടന്നു. അതായിരുന്നു അവരുടെ പ്രണയത്തിന്റെ ആരംഭവും. അന്ന് ഇന്ദുവിനെ കോളേജ് ഹോസ്റ്റലിന് മുമ്പിൽ വിടുന്നതിന് മുമ്പ് ഇന്ദു മുകുന്ദിന് തന്റെ നമ്പർ കൈമാറി. മുകുന്ദ് തന്റെ നമ്പറും ഇന്ദുവിന് കൊടുത്തിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഫോൺ വിളിയും പ്രണയ സല്ലാപങ്ങളുമായി നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മുകുന്ദിന്റെ SSB ഇന്റർവ്യൂവിന് ഇന്ദു പൂർണ്ണ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ SSB ഇന്റർവ്യൂ നല്ല രീതിയിൽ മുകുന്ദ് പാസ്സായി. മുകുന്ദിന്റെ ഇന്റർവ്യൂ നടക്കുമ്പോൾ മുകുന്ദിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ദു ക്ഷേത്രത്തിലുണ്ടായിരുന്നു. മുകുന്ദ് പാസ്സായി എന്ന വിവരം ഫോണിൽ വിളിച്ചറിയിക്കുമ്പോൾ ഇന്ദു അത്രമേൽ സന്തോഷിച്ചിരുന്നു. ചെന്നൈ താമ്പരത്തിലായിരുന്നു മുകുന്ദിന്റെ വീട്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് എൻട്രൻസ് ലഭിച്ചതും മുകുന്ദ് തന്റെ ഫാമിലിക്ക് ഇന്ദുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മുകുന്ദിന്റെ അച്ഛൻ വരദരാജനും 2 സഹോദരിമാരും ഇന്ദുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോ മുകുന്ദിന്റെ അമ്മ ഗീതയ്ക്ക് മാത്രം ഇന്ദുവിനെ ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നേയില്ല. ഇന്ദു ഒരു ക്രിസ്ത്യനാണെന്നതും മാത്രമല്ല ഇന്ദു ഒരു മലയാളിയാണെന്നതും അവർക്കൊരു പ്രശ്നം തന്നെയായിരുന്നു. മകൻ മുകുന്ദ് ആർമിയിലേക്ക് പോവാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇന്ദുവിനെ പിന്തിരിപ്പിക്കാൻ വരെ മുകുന്ദിന്റെ അമ്മ ശ്രമിച്ചു നോക്കുന്നുണ്ട്. വൈകാതെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ മുകുന്ദ് ജോയിൻ ചെയ്തു. അവിടുത്തെ പെർഫോമൻസിൽ ടീം വർക്കിൽ മുകുന്ദ് മികച്ചു നിന്നിരുന്നു. അവധി ദിവസങ്ങളിൽ മുകുന്ദിനെ കാണാൻ ഇന്ദു അക്കാഡമിയിൽ ചെല്ലും. ഇന്ദുവിന്റെ തോളിൽ ചാന് മുകുന്ദ് കുറച്ചുനേരം മയങ്ങുക പോലും ചെയ്യും. ഒരിക്കൽ അക്കാഡമിയിലേക്ക് വന്ന മുകുന്ദിന്റെ അമ്മ ഇന്ദുവും മുകുന്ദും അത്തരത്തിൽ ഒന്നിച്ചിരിക്കുന്നത് കണ്ടിരുന്നു. പക്ഷേ മുകുന്ദിന്റെ അമ്മ ഇരുവരോടും ദേഷ്യപ്പെട്ടൊന്നുമില്ല. ഇന്ദുവിനെയും തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. തന്റെ മകൻ എത്രമാത്രം ഇന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നന്ന് ആ അമ്മ തിരിച്ചറിഞ്ഞിരുന്നു. അവളുടെ വീട്ടുകാരെപ്പറ്റി അമ്മ ചോദിച്ചു. താനാണ് ഇളയ കുട്ടിയെന്നും തനിക്ക് 2 ചേട്ടന്മാരുണ്ടെന്നും അമ്മ ഹൗസ് വൈഫാണെന്നും അച്ഛൻ ഡോക്ടറാണെന്നും ഇന്ദു അന്ന് ഗീതയോട് പറഞ്ഞു. ആ സമയത്താണ് മുകുന്ദും എന്റെ ട്രെയിനിങ് തീരുന്നതിനുള്ളിൽ നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാമോ എന്ന് ഇന്ദുവിനോട് ചോദിക്കുന്നത്. ഇന്ദു അല്പം ഭയപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ചോദിക്കാമെന്ന് സമ്മതിച്ചു. പിന്നാലെയായിരുന്നു അടുത്ത വെക്കേഷന് നാട്ടിൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഇന്ദു തന്റെ ഫാമിലിയോട് തന്റെ പ്രണയകാര്യം അവതരിപ്പിക്കുന്നത്. കേട്ട മാത്രയിൽ ഇന്ദുവിന്റെ അച്ഛൻ ജോർജ് വർഗീസും ഇളയ ചേട്ടൻ ദീപുവും അതിൽ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നു. മുകുന്ദ് ഒരു ആർമി ഉദ്യോഗസ്ഥനാണ് എന്നതുകൊണ്ട് മാത്രം അത് പറ്റില്ല എന്നിന്ദുവിന്റെ അച്ഛൻ പറഞ്ഞു. അതേസമയം ഇളയ ചേട്ടൻ ദീപുവിനാണെങ്കിൽ മുകുന്ദ് ഒരു തമിഴനാണെന്നതും മറ്റൊരു മതത്തിൽപ്പെട്ടയാളാണെന്നതും ഒക്കെയും പ്രശ്നമായിരുന്നു. ആദ്യം അവളുടെ പഠിത്തമൊക്കെ നിർത്തണം എന്ന് ദീപു ആക്രോശിച്ചതാണ്. പക്ഷേ കുറച്ച് ഫോർവേഡ് ചിന്താഗതിക്കാരനായ അവളുടെ അച്ഛൻ എന്തിനു പഠിത്തം നിർത്തണം, പഠിക്കട്ടെ, ഇതൊക്കെ ഇൻഫാക്ച്വേഷനാണ് എന്ന് പറഞ്ഞ് അവളെ വീണ്ടും പഠിക്കാൻ അയച്ചു. 2006 മാർച്ച് 18 മുകുന്ദിന്റെ പാസ് ഔട്ട് പരേഡ് നടന്നത്. ഇന്ദു അന്ന് പരേഡിൽ പങ്കെടുത്തിരുന്നു. തന്റെ പ്രിയപ്പെട്ടവൻ നേട്ടത്തിലേക്ക് നടന്നു കയറുന്നത് ഇന്ദു നോക്കിക്കണ്ടു. മുകുന്ദിന്റെ ഫാമിലിയും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒന്നിച്ച് അന്ന് ഫോട്ടോ പകർത്തി. തന്റെ മകനെ ആർമിയിലേക്ക് വിടുന്നതിൽ മുകുന്ദിന്റെ അമ്മയ്ക്ക് പരിഭവമുണ്ടായിരുന്നെങ്കിലും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവർ തന്റെ ഡ്യൂട്ടി നിർവഹിച്ചു. അധികം വൈകാതെ മുകുന്ദിന് സ്റ്റേറ്റ്മെന്റ് കിട്ടിയപ്പോ മുകുന്ദ് ഒരു റിങ്ങുമായി ഇന്ദുവിന്റെ മുമ്പിലെത്തി. അന്നൊരു പള്ളിയിൽ വെച്ച് ഇന്ദുവിന്റെ കയ്യിൽ ഒരു എൻഗേജ്മെന്റ് എന്ന പോലെ അവൻ ആ റിങ് അണിയിച്ചു. തന്റെ പ്രണയം കുറച്ചുകൂടി വ്യക്തമായും ശക്തമായും അവൻ ഇന്ദുവിനോട് പറഞ്ഞു. അധികം വൈകാതെ ട്രെയിനിങ് അവസാനിച്ച് മുകുന്ദിന് പോസ്റ്റിംഗ് വന്നിരുന്നു. പോസ്റ്റിംഗിനായി മുകുന്ദ് പുറപ്പെടാനിറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ യാത്രയാക്കാൻ ഏവരും വന്നിരുന്നു. തന്റെ മകൻ ആർമിയിലേക്ക് പോകുന്നതിൽ അമ്മ ഗീത ദുഃഖിച്ചപ്പോ മുകുന്ദ് അമ്മയെ തമാശ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഇന്ദുവും അങ്ങോട്ടേക്കെത്തി. ഒരുപാട് സിനിമകൾ കണ്ട് പട്ടാളക്കാർ ഭാര്യമാരെയും കാമുകിമാരെയുമൊക്കെ പേഴ്സിലെ ഫോട്ടോയിൽ നോക്കിക്കാണുന്നത് ആലോചിച്ചിരുന്ന ഇന്ദു തന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അത്തരത്തിൽ സൂക്ഷിക്കുമോ എന്ന് ചോദിച്ച് മുകുന്ദിന് കൈമാറി. മുകുന്ദും ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ പാസ്പോർട്ട് ഫോട്ടോ വാങ്ങി തന്റെ പേഴ്സിനുള്ളിൽ വെച്ചു. യാത്ര പറഞ്ഞ് മുകുന്ദ് തന്റെ ജോലിക്കായി പോകുമ്പോ പ്രിയപ്പെട്ടവരായ അവന്റെ അമ്മയും ഇന്ദുവുമടക്കം കണ്ണീരോടെ അവനെ യാത്രയാക്കിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലെ ലൈൻ ഓഫ് കൺട്രോളിലായിരുന്നു മുകുന്ദിന്റെ ആദ്യ പോസ്റ്റിംഗ്. അവിടെ വെച്ചിട്ട് കടന്നു കയറാൻ ശ്രമിച്ച ഒരു തീവ്രവാദിയെ ആദ്യമായി മുകുന്ദ് കൊലപ്പെടുത്തി. അതായിരുന്നു രാജ്യത്തിനു വേണ്ടിയുള്ള മുകുന്ദിന്റെ ആദ്യത്തെ കൊലപാതകം. പക്ഷേ അന്ന് മുകുന്ദിന്റെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരൻ കൊല്ലപ്പെട്ടത് മുകുന്ദിനെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. പിന്നീട് 18 മാസക്കാലത്തിന് ശേഷം വർഷം 2008 22nd രാജ്പുട്ടിൽ അഡ്ജറ്റന്റായി മുകുന്ദ് വരദരാജൻ ജോയിൻ ചെയ്തു. പ്രൊമോഷൻ ലഭിച്ച് റൈഫിൾ ആൻഡ് ഗൺ ട്രെയിനറായും മുകുന്ദ് സേവനമനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. ആ സമയമാണ് പേഴ്സണൽ ലൈഫിൽ വീണ്ടും പ്രശ്നങ്ങൾ അരങ്ങേറുന്നത്. ഇന്ദുവിന്റെ ഫാമിലിക്ക് മുകുന്ദുമായുള്ള വിവാഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ലല്ലോ. കോളേജ് കഴിഞ്ഞിട്ടും ഇന്ദു നാട്ടിലേക്ക് തിരികെ പോവാതെ ചെന്നൈയിൽ തന്നെ ജോലി നോക്കി മുകുന്ദിന്റെ വീട്ടിൽ തന്നെ
കഴിയുകയായിരുന്നു. തങ്ങൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ല എന്നറിയിക്കുവാൻ ജോർജ് വർഗീസും ഇളയമകൻ ദീപുവും മുകുന്ദിന്റെ വീട്ടിലെത്തി. അവിടെ വെച്ചിട്ട് ഞെട്ടലോടെ ഇന്ദു തങ്ങളുടെ പേയിങ് ഗസ്റ്റായാണ് ചെന്നൈയിൽ താമസിക്കുന്നത് എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് മുകുന്ദിന്റെ വീട്ടിൽ താമസിക്കുകയാണ് എന്നവർ മനസ്സിലാക്കുന്നത്. മുകുന്ദിന്റെ ഫാമിലിക്ക് ഇന്ദു ഓക്കെയായിരുന്നെങ്കിലും ഇന്ദുവിന്റെ ഫാമിലിക്ക് മുകുന്ദിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ദുവിനെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നാലെ കൂടുതൽ പ്രശ്നങ്ങൾ നടന്നു. ഇന്ദുവിന്റെ അച്ഛൻ മുകുന്ദിന്റെ കമാൻഡിംഗ് ഓഫീസർക്ക് മുകുന്ദ് തന്റെ മകളുമായി പ്രണയത്തിലാണ്, പ്രശ്നമുണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു. വിശദീകരണം കൊടുക്കാൻ ആവശ്യപ്പെട്ട് മുകുന്ദിന് കോൾ വന്നിരുന്നു. അതിനെപ്പറ്റി മുകുന്ദും ഇന്ദുവും തമ്മിൽ സംസാരമുണ്ടായി. ഇതിങ്ങനെ തുടർന്നു പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ബ്രേക്കപ്പ് എന്ന പോലെ മുകുന്ദ് സംസാരിച്ചു. എങ്ങനെയെങ്കിലും സംസാരിച്ച് ഒരു കൊല്ലം കൊണ്ട് താൻ എന്റെ ഫാമിലിയെ കൺവിൻസ് ചെയ്യിച്ചോളാം എന്നൊക്കെ ഇന്ദു പറഞ്ഞെങ്കിലും അപ്പോഴത്തെ ദേഷ്യത്തിൽ മുകുന്ദിന് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുമ്പോ ഇന്ദു ഒരു കാര്യം പറഞ്ഞു. ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും രണ്ടുപേരിൽ ഒരാൾ മറ്റേയാളേക്കാൾ കൂടുതൽ പ്രണയിക്കുന്നുണ്ടാകും. ഒരു പ്രശ്നം വരുമ്പോ അയാളായിരിക്കും കൂടുതൽ വേദനിക്കുന്നതും. പക്ഷേ അതേ ആൾ തന്നെയായിരിക്കും ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ വേണ്ടി പോരാടുന്നതും. നിനക്ക് എന്തു വേണോ അത് നീ ചെയ്തോ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് ഇന്ദു പറഞ്ഞു. മുകുന്ദ് ഫോൺ കട്ട് ചെയ്തു പോയിരുന്നു. ഒരു വശത്ത് മുകുന്ദ് അത്തരത്തിൽ പ്രവർത്തിക്കുന്നു, മറുവശത്ത് ഫാമിലിയുടെ പ്രഷർ. ഇന്ദു ആകെ ധർമ്മസങ്കടത്തിലായി. പക്ഷെ ഒടുവിൽ അവളൊന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അന്ന് ഫാമിലിക്കടുത്ത് സ്ട്രോങ് ആയി മനസ്സുകൊണ്ട് താൻ അവനെ വിവാഹം കഴിച്ചതാണെന്നും അവനൊരു ആർമി ഓഫീസറായിരിക്കുന്നതിൽ താൻ പ്രൗഡാണെന്നും ആർമി ഓഫീസറിന്റെ ഭാര്യയായിരിക്കുന്നതിൽ താൻ അഭിമാനം കൊള്ളുന്നുവെന്നും അവൾ തന്റെ ഫാമിലിയോട് പറഞ്ഞു. അവന്റെ ആർമി കമ്മീഷൻ നമ്പർ തന്റെ കയ്യിൽ പച്ചകുത്തിയിട്ടുള്ളത് തന്റെ ഫാമിലിക്ക് ഇന്ദു കാണിച്ചു കൊടുത്തു. അവന്റെ കൂടെ തന്നെ എനിക്ക് താമസിക്കണമെന്നില്ല, ഈ വീട്ടിൽ അവന്റെ വൈഫായി ഞാൻ ജീവിച്ചോളാം എന്നെന്തു തീർത്തു പറഞ്ഞു. ഇന്ദുവിന്റെ ആ നിലപാട് വീട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ സ്ട്രോങ് ആയിരുന്നു. നാളുകൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇന്ദുവാണെങ്കിൽ ദുഃഖത്തിലൂടെ മുമ്പോട്ട് പോയി. അവൾ ആക്റ്റീവായി തീരെ കാണപ്പെടുന്നുണ്ടായിരുന്നില്ല. മകളുടെ അവസ്ഥയിൽ അച്ഛനും ദുഃഖിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അടുത്ത ക്രിസ്മസ് ഈവനിങ്ങിൽ ഇന്ദുവിന്റെ ഫാമിലിയെ തേടി ഒരു ഗസ്റ്റ് വന്നു. ആർമി യൂണിഫോമിൽ ഓഫീസറായിട്ടെത്തിയ മുകുന്ദായിരുന്നു അത്. മുകുന്ദൻ അങ്ങോട്ടേക്ക് വന്ന് ഇന്ദുവിന്റെ അച്ഛനുമായും മറ്റും സംസാരിച്ചു. മുകുന്ദിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും നോ പറയുവാൻ ഇന്ദുവിന്റെ ഫാമിലിക്ക് സാധിച്ചില്ല. ദീപു ആദ്യം ദേഷ്യപ്പെടാൻ പോയെങ്കിലും മൂത്ത ചേട്ടൻ ദീപുവിനെ പറഞ്ഞു നിർത്തി. ഒടുവിൽ ഇന്ദുവും മുകുന്ദിനെ കണ്ട് സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് ഓടി വന്നു. വീട്ടുകാർ പൂർണ്ണമായി സമ്മതിച്ചതോടെ ഇന്ദുവിന്റെയും മുകുന്ദിന്റെയും വിവാഹം നടക്കുകയാണ്. കല്യാണത്തിന്റെ പുറകെ മുകുന്ദിനൊപ്പം ആർമി ക്വാർട്ടേഴ്സിലേക്ക് ഇന്ദുവും മാറിയിരുന്നു. സീനിയർ ഓഫീസർ അന്നൊരു വാക്ക് പറഞ്ഞു. ഒരു ആർമി ഓഫീസറെ ഇന്ദു വിവാഹം കഴിച്ചതോടെ ഇന്ദുവും ആർമിയുടെ ഭാഗമായി കഴിഞ്ഞുവെന്ന്. വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു മുകുന്ദിനെ തേടി അടുത്ത പ്രമോഷനും വന്നെത്തിയത്. സെപ്റ്റംബർ 1, 2009 മുകുന്ദ് വരദരാജൻ ക്യാപ്റ്റൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തന്റെ പ്രിയതമന്റെ ആ വളർച്ച ഇന്ദു നോക്കിക്കണ്ടിരുന്നു. ഏറെ സന്തോഷത്തോടെ നാളുകൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ആദ്യ മകളായി ആർഷയെയും കടന്നുവന്നു. അത്രമേൽ സന്തോഷം നിറഞ്ഞു നിന്ന നാളുകൾ. പിന്നീടായിരുന്നു യുണൈറ്റഡ് നേഷൻസിന്റെ സർവിംഗ് പീരിയഡിൽ സിറിയ ലെബനോൻ ബോർഡർ മിഷനിലേക്ക് മുകുന്ദ് തിരഞ്ഞെടുക്കുന്നതും അതിനുവേണ്ടി പുറപ്പെടുന്നതും. ആ ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞ് 2012 മുകുന്ദ് തിരികെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. യാത്രാ മധ്യയുള്ള ചെറിയൊരു ടൈം ഗ്യാപ്പിൽ തന്റെ ഫാമിലിയെ കാണാനും മുകുന്ദൊന്ന് ശ്രമിച്ചിരുന്നു. ആർഷയെ കുറെ നാളുകൾക്ക് ശേഷം മുകുന്ദൊന്ന് നേരിൽ കണ്ടു. 40 മിനിറ്റ് സമയം മാത്രമായിരുന്നു അവർക്കാകെ ലഭിച്ചത്. മുകുന്ദിന് പോവേണ്ടിയിരുന്നത് സൗത്ത് കാശ്മീരിലേക്കായിരുന്നു. അടുത്ത പോസ്റ്റിംഗിന് ദ ഫോർമിഡബിൾസ് 44RR ബറ്റാലിയൻ, ദ രാഷ്ട്രീയ റൈഫിൾസ്. മുകുന്ദ് അത്രമേൽ ആഗ്രഹിച്ചിരുന്ന ഒരു പോസ്റ്റിംഗ് ആയിരുന്നു അത്. മേജർ മിഥുൻ മോഹനെ റീപ്ലേസ് ചെയ്യാനായിട്ടായിരുന്നു അങ്ങോട്ടേക്ക് മുകുന്ദ് എത്തിയിരുന്നത്. ചീറ്റ കമ്പനി കമാൻഡറായി മുകുന്ദ് സ്ഥാനമേറ്റെടുത്തു. ടീമിലെ ഓരോരുത്തരെയായി മുകുന്ദ് പരിചയപ്പെട്ടു. ആദ്യത്തെയാൾ തമിഴ്നാട്ടുകാരൻ രവിശങ്കർ ആയിരുന്നു. ഓപ്പറേഷൻ ബഡ്ഡിയായ വിക്രം സിംഗിനെ പിന്നാലെ പരിചയപ്പെട്ടു. 44RRനെ പറ്റി പറയുന്നൊരു കാര്യം തന്നെയുണ്ട്. നിങ്ങൾ 44RR തിരഞ്ഞെടുക്കാറില്ല, 44RR ആണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. കേണൽ ഡബ്ബാസും മുകുന്ദിനോട് പറഞ്ഞത് അത് തന്നെയായിരുന്നു. മേജറായി മുകുന്ദ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതും അവിടെ വെച്ചിട്ടാണ്. 2012 ഡിസംബർ 4 അത്. പിന്നാലെ രാഷ്ട്രീയ റൈഫിൾസിനെ പറ്റി കേണൽ വിശദീകരിച്ചു കൊടുത്തു. കാശ്മീരിലെ പ്രശ്നങ്ങളെ എതിരിടാൻ ആർമി ഫോം ചെയ്ത പ്രത്യേക വിങ്ങായിരുന്നു രാഷ്ട്രീയ റൈഫിൾസ്. ഓപ്പറേഷൻ രക്ഷകിന്റെ ഭാഗമാണ് അവരെല്ലായ്പ്പോഴും. ഹരിസിംഗ് എന്ന രാജാവ് ഭരിച്ചിരുന്ന ഇടമായിരുന്നു കാശ്മീർ. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യക്കൊപ്പവും പാകിസ്ഥാനൊപ്പവും നിൽക്കുവാൻ ഹരിസിംഗ് തയ്യാറായില്ല. പാകിസ്ഥാൻ കാശ്മീർ അറ്റാക്ക് ചെയ്തപ്പോ രാജാവ് ഇന്ത്യയുടെ സഹായം തേടി. ഇന്ത്യ സഹായത്തിനെത്തിയപ്പോഴേക്കും കാശ്മീരിന്റെ കുറച്ചു ഭാഗം പാകിസ്ഥാൻ പിടിച്ചെടുത്തിരുന്നു. അതാണ് POK അഥവാ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്നറിയപ്പെടുന്നത്. 1980കളോടെ പലതരം പ്രശ്നങ്ങൾ കൊണ്ട്
വിഘടനവാദവും പല കാരണങ്ങളും കൊണ്ടും പലതരം തീവ്രവാദ സംഘടനകൾ ഉടലെടുക്കാൻ ആരംഭിച്ചു. കാർഗിൽ വാർ കഴിഞ്ഞ് കുറച്ചു നാളുകൾക്കുള്ളിൽ എയർ ഇന്ത്യ ഹൈജാക്ക് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ പ്രസണറായിരുന്ന വലിയൊരു തീവ്രവാദിയെ വിട്ടുകൊടുക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. അയാൾ റിലീസ് ചെയ്യപ്പെട്ടതും അയാൾ ജെയ്ഷെ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു ഭീകരവാദ സംഘടന ആരംഭിച്ചു. മതത്തെ അടിസ്ഥാനമാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നവർ എന്നവർ സ്വയം വിളിച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ ഇപ്പോഴത്തെ കമാൻഡർ അൽതാഫ് ബാബയാണ്. ഇന്ത്യൻ ആർമി ബേസസും സോൾജിയേഴ്സിനെയുമാണ് അയാൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്യാറുള്ളതും. ഇന്ത്യൻ ആർമി നിലവിൽ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ അൽതാഫ് ബാബയെയാണ്. പിന്നാലെ മിഥുൻ ഒരു കാര്യം അറിയിച്ചു. അൽതാഫ് ബാബയെ പിടികൂടാൻ മിഥുൻ 11 തവണ ശ്രമിച്ചിരുന്നു. പക്ഷേ സിവിലിയൻസിനെ ഉപയോഗിച്ച് അൽതാഫ് ബാബ രക്ഷപ്പെട്ടു കളയും. തീവ്രവാദികളായ ആളുകളടക്കം സിവിലിയൻ വേഷത്തിൽ കടന്നുകയറി ഉള്ളിലുള്ളതിനാൽ ആരൊക്കെയാണ് യഥാർത്ഥ സിവിലിയൻസ്, ആരൊക്കെയാണ് പ്രശ്നക്കാർ എന്ന് തിരിച്ചറിയുക സാധ്യമല്ല. കൃത്യമായി ഗണ്ണെടുക്കാതെ നിൽക്കുന്ന സാധാരണക്കാരെ മുഴുവൻ സിവിലിയൻസായി നോക്കിക്കാണാനേ പട്ടാളക്കാർക്കും സാധിക്കുകയുള്ളൂ. എല്ലാവരെയും സംശയിക്കണം, പക്ഷേ അതേസമയം റെസ്പെക്ട് ചെയ്യുകയും വേണം. കേണലിന്റെ നിർദ്ദേശം വന്നു. വൈകാതെ മുകുന്ദ് തന്നെ ഡ്യൂട്ടി ഏറ്റെടുത്തു. ഡ്യൂട്ടി ഏറ്റെടുത്തതിന് പിന്നാലെ തന്റെ ടീമിലുള്ളവരെ മുകുന്ദ് പരിചയപ്പെട്ടു. ടീമിൽ വഹീദ് എന്നും സെയ്ഫ് എന്നും പേരുള്ള 2 കാശ്മീരി പൗരന്മാർ ഉണ്ടായിരുന്നു. മുകുന്ദ് അവരോടായിരുന്നു തന്നെ കാശ്മീർ ചുറ്റിക്കാണിക്കാൻ കൊണ്ടുപോവാൻ ആവശ്യപ്പെട്ടത്. അവർ അത്തരത്തിൽ എല്ലാ മേഖലയിലേക്കും മുകുന്ദിനെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു. കാശ്മീരിനെ പറ്റി മുഴുവനായും അവർ വിശദീകരിച്ചു കൊടുത്തിരുന്നു. കൂട്ടത്തിൽ തെറ്റിദ്ധരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മിലിറ്റന്റുകളുടെ പുനരധിവാസ കേന്ദ്രമടക്കം മുകുന്ദ് നോക്കിക്കാണുന്നുണ്ട്. അവരുടെ സഹായത്തോടെയായിരുന്നു അൽതാഫ് ബാബയുടെ വീട്ടിലേക്കും മുകുന്ദ് എത്തിച്ചേരുന്നത്. അൽതാഫ് ബാബയുടെ അച്ഛൻ അബ്ദുൽ ഗീലാനിയോട് മുകുന്ദ് സംസാരിച്ചു. അൽതാഫ് ബാബ ചെയ്യുന്നത് തീവ്രവാദ പ്രവർത്തനമാണെന്നും സറണ്ടർ ചെയ്താൽ നിയമ നടപടിക്ക് അവനെ ഹാജരാക്കാമെന്നും മുകുന്ദ് ജീലാനിയോട് പറഞ്ഞു. പക്ഷെ അയാൾ തന്റെ മകനെ ന്യായീകരിക്കുകയും അവൻ ഫ്രീഡം ഫൈറ്ററാണ് എന്ന തരത്തിൽ വാദിക്കുകയുമായിരുന്നു ചെയ്തത്. മുകുന്ദിന് നല്ല രീതിയിൽ രോഷം വന്നെങ്കിലും അവിടെ ഒരു വിഷയമുണ്ടാക്കാതെ മുകുന്ദ് തിരികെ പോന്നു. 2013 മെയ് മാസം 19 ബോർഡറിനപ്പുറമുള്ള മിലിറ്റന്റ് ട്രെയിനിങ് ഏരിയയിൽ അൽതാഫ് ബാബ തന്റെ അനുയായികളെ കണ്ടിരുന്നു. ആ കൂട്ടത്തിൽ മുമ്പൊരാക്രമണത്തിൽ അൽതാഫ് ബാബയെ രക്ഷിച്ച ലത്തീഫും ഉണ്ടായിരുന്നു. അഫ്സൽ ഗുരു കൊല്ലപ്പെട്ട കാര്യവും അതിനെതിരെ പ്രതികാരം ചെയ്യണം എന്നും അൽതാഫ് ബാബ അന്ന് അവിടെ വെച്ച് പറഞ്ഞു. പുൽവാമയിലൂടെ പോകുന്ന ആർമി കോൺവോയെ അറ്റാക്ക് ചെയ്യണം എന്നതായിരുന്നു അയാളുടെ പദ്ധതി. ആ സമയം ലത്തീഫ് കൂടെയുണ്ടായിരുന്നു. തനിക്ക് പരിചയമുള്ള കുറച്ച് പയ്യന്മാരുണ്ടെന്നും ആത്മാഹുതി ചെയ്തുകൊണ്ട് ആക്രമണങ്ങൾ നടത്താൻ അവർ തയ്യാറാണെന്നും അവരെ നമുക്ക് തിരഞ്ഞെടുത്താലോ എന്നും ലത്തീഫ് ചോദിച്ചു. അവരെ ഇന്റർവ്യൂവിന് തയ്യാറാക്കാനും അൽതാഫ് ബാബ ലത്തീഫിനോട് പറഞ്ഞു. വൈകാതെ ആ വിവരങ്ങൾ മുകുന്ദിനും ലഭിച്ചിരുന്നു. പക്ഷേ ഇന്റർവ്യൂവിനായി അൽതാഫ് ബാബ എത്തുന്ന ഏരിയ കുറച്ച് ഡേഞ്ചറസ് ആണ്. കേണൽ മുകുന്ദിനെ വാൺ ചെയ്തെങ്കിലും മുകുന്ദ് ചിലത് തീരുമാനിച്ചിരുന്നു. ടാർഗറ്റ് ഹൌസിന്റെ സമീപത്ത് മറഞ്ഞിരുന്ന് അവർ അൽതാഫ് ബാബ വരുന്നത് നിരീക്ഷിക്കാൻ ആരംഭിച്ചു. രാത്രി വൈകി പുലർച്ചെയായിട്ടും അൽതാഫ് ബാബ എത്തിയിരുന്നില്ല. അൽതാഫ് ബാബയ്ക്ക് പകരം ഇന്റർവ്യൂ ചെയ്യുവാൻ മറ്റൊരാളായിരുന്നു വന്നിരുന്നത്. അയാൾ ഇന്റർവ്യൂ ആരംഭിച്ചു. ഇതിനിടയിലാണ് അൽതാഫ് ബാബയുടെ കോൾ വരുന്നതും അൽതാഫ് ബാബ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയുന്നതും. അവിടുത്തെ സംസാരമൊക്കെ ഒറ്റുകേൾക്കുന്നുണ്ടായിരുന്ന മുകുന്ദ് അത് മനസ്സിലാക്കി. അൽതാഫ് ബാബ എത്തി സഹായിയുടെ സഹായത്തോടെ ഇന്റർവ്യൂ ആരംഭിച്ചു. ആ സമയം ഇന്റർവ്യൂവിന് എത്തിയിരുന്ന ഒരു പയ്യൻ കയ്യിൽ പച്ചകുത്തിയിരുന്നു. സ്വയം മിലിറ്റന്റ് എന്നവൻ അഭിസംബോധന ചെയ്തു. അതോടെ അതിലെന്തോ പന്തികേട് അൽതാഫ് ബാബയ്ക്ക് തോന്നുകയാണ്. തങ്ങൾ ഒരിക്കലും തങ്ങളെ മിലിറ്റന്റുകളെന്ന് വിളിക്കാറില്ല എന്ന് പറഞ്ഞ അൽതാഫ് ബാബ ആ പയ്യനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. വൈകാതെ ആ പയ്യന്മാരെയൊക്കെ പിടികൂടി അവരുടെ ഡ്രസ്സ് അഴിച്ചു മാറ്റി നോക്കി. അവരുടെ ശരീരത്തിലൊക്കെ മൈക്ക് പിടിപ്പിക്കപ്പെട്ടിരുന്നു. അതായത് ഇന്ത്യൻ ആർമി അൽതാഫ് ബാബയെ ട്രാപ്പ് ചെയ്യാൻ അവരെ ഉപയോഗിക്കുകയായിരുന്നു എന്ന കാര്യം അതോടെ വ്യക്തമായി. അൽതാഫ് ബാബ അവരെ കൊല്ലുവാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഇന്ത്യൻ ആർമി ഉണർന്നു പ്രവർത്തിക്കുകയാണ്. പിന്നെ അവിടെ നടന്നത് അൽതാഫ് ബാബയുടെ ആളുകളും മിലിറ്ററിയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. ഇതിനിടയിൽ ജനങ്ങളെയൊക്കെ ഉണർത്തി ജനങ്ങളുടെ അകമ്പടിയിൽ രക്ഷപ്പെടാനും അൽതാഫ് ബാബ ശ്രമിച്ചു. അപ്പോഴേക്കും പുലർച്ചെയായി കഴിഞ്ഞിരുന്നു. ഏറെ ശ്രമകരമായ ഒരു മിഷനായിരുന്നു അത്. ജനങ്ങളെ തടഞ്ഞു നിർത്താൻ തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥർ ഏറെ കഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും തന്ത്രപരമായ രീതികളിലൂടെ അൽതാഫ് ബാബയെ ഫോളോ ചെയ്ത് അൽതാഫ് ബാബയുടെ തോക്കിലെ ഓരോ വെടിയുണ്ടെയും തീരുന്ന സമയം മനസ്സിലാക്കി അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് മുകുന്ദ് അൽതാഫ് ബാബയെ ആക്രമിച്ചു. തന്റെ കേണലിന് കോൾ ചെയ്ത് അൽതാഫ് ബാബയ്ക്കെതിരെ തലയിൽ ഷൂട്ട് ചെയ്ത് വകവരുത്തിയ ശേഷം കൺഫർമേഷൻ ബുള്ളറ്റ് കൂടി പായിച്ച് ഇന്ത്യൻ ആർമിയുടെ തല മുകുന്ദ് ഉയർത്തിപ്പിടിച്ചു. പിന്നാലെയായിരുന്നു ഒരു കാര്യം പൂർണ്ണമായി വ്യക്തമാകുന്നത്. ഇത് മുഴുവൻ മുകുന്ദിന്റെ പദ്ധതികളായിരുന്നു. ലത്തീഫ് യാഥാർത്ഥ്യത്തിൽ മുകുന്ദിനു വേണ്ടി വർക്ക് ചെയ്യുകയായിരുന്നു. അന്ന് അൽതാഫ് ബാബയെ പിടികൂടാൻ ചെന്നപ്പോൾ അൽതാഫ് ബാബയെ പിടികൂടാൻ മുകുന്ദിന് കൃത്യമായി പദ്ധതിയുണ്ടായിരുന്നില്ല. സിവിലിയൻസ് ആക്രമിക്കുമെന്നും അൽതാഫ് ബാബ രക്ഷപ്പെടുമെന്നും മുകുന്ദ് മുൻകൂട്ടി കണ്ടിരുന്നു. ലത്തീഫിനെ ഉപയോഗിച്ച് അൽതാഫ് ബാബയെ മുകുന്ദ് രക്ഷപ്പെടുത്തി. പിന്നീട്
അതേ ലത്തീഫിനെ കൊണ്ടുതന്നെ അൽത്താഫ് ബാബയെ ആത്മാഹുതി ചെയ്യാനുള്ളവരെ ഇന്റർവ്യൂ ചെയ്യാനെന്ന മട്ടിൽ കൃത്യമായ ഒരിടത്തേക്ക് പ്ലാൻ ചെയ്ത് മുകുന്ദ് കൊണ്ടുവരിപ്പിച്ചു. പിന്നീടായിരുന്നു ആക്രമണം നടക്കുന്നതും അൽത്താഫ് ബാബ കൊല്ലപ്പെടുന്നതും. മികച്ച രീതിയിൽ പദ്ധതി നടപ്പിലാക്കപ്പെട്ടു. അതിന്റെ പേരിൽ ഒരുപാട് അഭിനന്ദനങ്ങളും പുകഴ്ത്തലുകളും മേജർ മുകുന്ദിനെ തേടിയെത്തി. മേജർ മുകുന്ദ് അതൊന്നും തനിയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. കേണൽ ഗാലൻട്രി അവാർഡിന് മുകുന്ദിനെ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും തന്നെക്കാളും അതിന് യോഗ്യരായവർ തന്റെ കൂടെയുള്ളവരാണ് എന്ന് പറഞ്ഞ മുകുന്ദ് വഹീദിനെയും ജോഗീന്ദറിനെയും കേണലിന് മുമ്പിൽ അതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്തു. വഹീദാണ് കാശ്മീർ മുഴുവൻ തന്നെ ചുറ്റിക്കാണിച്ച് ഇതിനുള്ള അവസരം ഒരുക്കിയതെന്നും ജോഗീന്ദറാണ് തീവ്രവാദിയെ ആദ്യമായി ന്യൂട്രലൈസ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അത്. മുകുന്ദിന്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കേണലെന്നേറെ അഭിനന്ദിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ മുകുന്ദിന്റെ ടീമംഗങ്ങൾക്കും മുകുന്ദിനെ വലിയ കാര്യമായിരുന്നു. പക്ഷേ അൽത്താഫ് ബാബയുടെ മരണത്തോടെ മറ്റൊരു തീവ്രവാദി പുറത്തുവന്നു. ആസിഫ് വാനി എന്ന ജെയ്ഷെ മുഹമ്മദ് കമാൻഡറായിരുന്നു അത്. അൽത്താഫ് ബാബയെ വകവരുത്തിയവർക്കെതിരെ പ്രതികാരം ചെയ്യും എന്ന് ആസിഫ് വാനി തീരുമാനിച്ച് പ്രഖ്യാപിച്ചിരുന്നു. അൽത്താഫ് ബാബയുടെ മരണത്തിനുള്ള പ്രതിഫലമായി ബൗണ്ടി തുകയുമായി ലത്തീഫിനടുക്കലേക്ക് മുകുന്ദ് പോയിരുന്നു. പക്ഷേ ലത്തീഫ് അത് സ്വീകരിച്ചില്ല. രാജ്യത്തിനു വേണ്ടി അത് പ്രവർത്തിച്ചതാണ്. തന്റെ സഹോദരന്റെ അവസ്ഥ മറ്റാർക്കും വരരുത് എന്നുള്ളതുകൊണ്ടാണ് താനത് പ്രവർത്തിച്ചത് എന്ന അഭിമാനത്തോടെ അവൻ പറഞ്ഞു. കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോവാൻ തുടങ്ങി. വീഡിയോ കോളിൽ മുകുന്ദ് ഫാമിലിയെ കോൾ ചെയ്യും. ആ സമയത്ത് അച്ഛനോടും അമ്മയോടും ചെന്നൈയിൽ തങ്ങൾക്കു വേണ്ടി ഒരു ഫ്ളാറ്റ് നോക്കാൻ അവൻ ആവശ്യപ്പെട്ടു. ഇന്ദുവിനോടും ഏറെ സ്നേഹത്തോടെ അവൻ സംസാരിച്ചു. ഇതേസമയം ആസിഫ് വാനി ലത്തീഫിനെ പിടികൂടിയിരുന്നു. ക്രൂരമായി ഉപദ്രവിച്ച് ലത്തീഫിനെ അവർ ചോദ്യം ചെയ്തു. ലത്തീഫ് ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും കുടുംബത്തെ കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോ മറ്റു വഴിയില്ലാതെ അൽത്താഫ് ബാബയുടെ മരണത്തിന് കാരണക്കാരായവരെ പറ്റിയുള്ള വിവരങ്ങൾ ലത്തീഫ് അവരോട് പറഞ്ഞു. മേജർ മുകുന്ദിന്റെയും ഷിബായ് വഹീദിന്റെയും പേരായിരുന്നു ലത്തീഫ് പറഞ്ഞത്. പിന്നെ വൈകിയില്ല. ആസിഫ് വാനി ലത്തീഫിനെ ക്രൂരമായി കൊന്നുകളഞ്ഞു. പിന്നാലെ അതിന്റെ കാരണക്കാരെപ്പറ്റി മേജർ മുകുന്ദ് അന്വേഷിക്കാൻ ആരംഭിച്ചു. ആസിഫ് വാനിയെ പറ്റിയുള്ള വിവരങ്ങളും മുകുന്ദിന് അങ്ങനെയാണ് വന്നെത്തുന്നത്. ലത്തീഫിന്റെ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുക്കാൻ മുകുന്ദിനും സംഘത്തിനും പോകണമായിരുന്നു. ഇന്ത്യൻ ആർമി ലത്തീഫിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആയിരുന്നു അത്. പക്ഷേ അപകടം നിറഞ്ഞ സ്ഥലത്തേക്കാണ് അവർ പോകുന്നത് എന്നറിയാവുന്ന കേണൽ പ്രത്യേകം കോൺവോയ് തന്നെ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു. ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുത്ത് മുകുന്ദും സംഘവും മടങ്ങുന്ന വഴിയിൽ ആസിഫ് വാനിയുടെ ആളുകളാൽ അവർ ആക്രമിക്കപ്പെടുകയാണ്. ഇന്ദു ആ സമയം മുകുന്ദുമായി ഫോൺ കോളിലുണ്ടായിരുന്നു. സ്ഫോടന ശബ്ദവും വെടിയൊച്ചയും ഒക്കെ കേട്ട് ഫോണിലുണ്ടായിരുന്ന ഇന്ദു വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. പെട്ടെന്നുള്ള ആക്രമണത്തിൽ നല്ല തോതിൽ തിരിച്ചടിക്കാൻ മുകുന്ദിനും ടീമിനും സാധിച്ചിരുന്നില്ല. ആസിഫ് വാനിയും സംഘവും ശക്തമായ ആക്രമണം നടത്തിയ ശേഷം രക്ഷപ്പെട്ടുപോയി. മുകുന്ദിന്റെ ടീമിൽ കാഷ്വാലിറ്റികൾ സംഭവിച്ചിരുന്നു. തന്റെ പ്രിയപ്പെട്ടവന് വല്ലതും പറ്റിയോ എന്നറിയാതെ ഓരോ വെടിയൊച്ചയും കേട്ട് ഇന്ദുവിന്റെ ചങ്ക് തകർന്നിരുന്നു. ഇന്ദു വേദനയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ മുകുന്ദിന്റെ കയ്യിൽ ഫോൺ കിട്ടി. മുകുന്ദ് താൻ ഓക്കെയാണെന്ന അവശതയിൽ ഇന്ദുവിനോട് പറയുമ്പോ ഇന്ദുവിന്റെ കണ്ണിൽ നിന്ന് ധാരയായി വെള്ളമൊഴുകിയിരുന്നു. ആസിഫ് വാനിയെ നേരിട്ട് കണ്ടിരുന്ന മുകുന്ദ് അത് കേണലിന് റിപ്പോർട്ട് ചെയ്തു. പിന്നാലെയാണ് ടീമിലെ ഷിപ്പായ് വഹീദിനെ ആസിഫ് വാനിയുടെ ആളുകൾ പിടിച്ചുകൊണ്ടുപോകുന്നത്. വഹീദിനെ രക്ഷപ്പെടുത്തണം എന്ന് മുകുന്ദ് ആവശ്യപ്പെട്ടു. പക്ഷേ കമാൻഡറിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവരുത് എന്ന ഉത്തരവുമുണ്ടായിരുന്നു. ഒടുവിൽ അണ്ടർ കവറായി പോയി വഹീദിനെ രക്ഷപ്പെടുത്താൻ കേണലിൽ നിന്നൊരു മൗനാനുവാദം മുകുന്ദിന് ലഭിക്കുകയാണ്. തന്റെ ബഡ്ഡിയായ വിക്രം സിംഗിനൊപ്പം മുകുന്ദ് അന്വേഷണം ആരംഭിച്ചു. സ്ലീപ്പർ സെൽ ആളുകളെയും മിലിറ്റന്റുകളായിട്ടുള്ളവരെയും ഒക്കെ പിടിച്ച് അന്വേഷിച്ചെങ്കിലും വഹീദ് എവിടെയാണെന്ന് ഒരു വിവരവും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് വൈകാതെ ഒരു ലീഡ് കിട്ടി. ആസിഫ് വാനിയുടെ അച്ഛൻ തന്നെ ആസിഫ് വാനിയുടെ പ്രവൃത്തികളെ എതിർത്ത് മിലിറ്ററിയെ സഹായിക്കാനെത്തിയിരുന്നു. ആസിഫ് വാനിയുടെ അച്ഛനിൽ നിന്നും വഹീദുള്ള ഇടം അവർക്ക് മനസ്സിലാവുകയാണ്. അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വെച്ച് വഹീദ് ചതിയനാണെന്ന് മുദ്രകുത്തി വഹീദിന്റെ തലവെട്ടാൻ മിലിറ്റന്റുകൾ തയ്യാറെടുക്കുകയായിരുന്നു. വേഷപ്രച്ഛന്നമായി അങ്ങോട്ടേക്ക് കടന്നു ചെന്ന മുകുന്ദും ഷിപ്പായിയും ഒന്നിച്ച് കൃത്യസമയത്ത് ആക്രമണം നടത്തി വഹീദിനെ രക്ഷപ്പെടുത്തി. മിലിറ്റന്റുകൾ കൂട്ടമായി ചേർന്ന് ആക്രമിക്കാൻ നോക്കിയപ്പോ മുകുന്ദിനും ടീമിനും സഹായമായി കേണൽ എത്തിച്ചേർന്നിരുന്നു. തിരികെ ആക്രമിക്കേണ്ടെന്നും രക്ഷപ്പെട്ടു പോകാമെന്നും പറഞ്ഞ് വഹീദിനെയും രക്ഷപ്പെടുത്തി അവർ അവിടെ നിന്ന് പോന്നു. അവർ ചെയ്ത പ്രവൃത്തി കമാൻഡറുടെ അനുവാദത്തോടെ അല്ലാത്തതുകൊണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കണമായിരുന്നു. മുകുന്ദിന്റെ ടീമായ 44RRനോട് കുറച്ചുകാലം ഔട്ട്റേജ് ചെയ്യുവാൻ കേണൽ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്കിടയിലേക്കിറങ്ങി ജനങ്ങളെ ബോധവൽക്കരിച്ചും ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തും സഹായിച്ചും ജനങ്ങളുമായി കൂട്ടുകൂടുവാൻ ആർമി ശ്രമിച്ചുകൊണ്ടിരുന്നു. 44RR അതിന്റെ ഭാഗമായി. ഇതിനിടയിൽ ജോഗീന്ദർ സിംഗിന് അൽത്താഫ് ബാബയ്ക്കെതിരെയുള്ള ആക്രമണത്തിന്റെ പേരിൽ സേനാ മെഡൽ ലഭ്യമായിരുന്നു. സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടെ ജോഗീന്ദർ അത് മുകുന്ദിനടുത്ത് പറഞ്ഞു. നല്ലൊരു ലീഡർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് തനിക്കത് ലഭിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടന്ന സംഭവങ്ങളോടെ ആസിഫ് വാനി പാകിസ്ഥാനിലേക്ക് പോയിരുന്നു. നാളുകൾ അങ്ങനെ കടന്നുപോകെ ഒരു സംഭവമുണ്ടായി. ഷൂട്ടിംഗ് പ്രാക്ടീസ് നടക്കുമ്പോൾ സൈഫുദ്ദീനിൽ നിന്നും മിസ്ഫയർ ആവുകയും റിഫ്ലക്ട് ചെയ്ത ബുള്ളറ്റ് മുകുന്ദിന്റെ നടുഭാഗത്ത് തുളഞ്ഞു കയറുകയും ചെയ്തു.
അടുത്തുള്ള ആശുപത്രിയിലേക്ക് മുകുന്ദുടൻ മാറ്റപ്പെട്ടു. സൈഫുദ്ദീനെ ഏവരും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. മിലിറ്ററി ആശുപത്രിയിലേക്ക് മൈനർ സർജറിക്ക് വേണ്ടി മാറ്റണം എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. പക്ഷേ അത്തരത്തിൽ സംഭവിച്ചാൽ സൈഫുദ്ദീനാണ് വെടിവെച്ചത് എന്ന് പുറത്താവും. സൈഫുദ്ദീൻ കോർട്ട് മാർഷൽ ചെയ്യപ്പെടും. കാശ്മീരിൽ നിന്നുള്ള പട്ടാളക്കാരനാണ് സൈഫുദ്ദീൻ. കൂടുതൽ പേർക്ക് മാതൃകയാവേണ്ടവൻ. അവന്റെ റെക്കോർഡിൽ ഒരു ബ്ലാക്ക് മാർക്കും ഉണ്ടാവരുത് എന്ന് മുകുന്ദിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് മാറ്റുവാൻ മുകുന്ദ് ആവശ്യപ്പെട്ടു. മുകുന്ദ് നേരെ പോയത് കേരളത്തിലുള്ള ഇന്ദുവിന്റെ അച്ഛന്റെ അടുത്തേക്കായിരുന്നു. ഇന്ദുവിന്റെ അച്ഛന്റെ ആശുപത്രിയിൽ മുകുന്ദ് ടേക്ക് കെയർ ചെയ്യപ്പെട്ടു. ഓപ്പറേഷൻ കഴിഞ്ഞ് മുകുന്ദ് സുഖപ്പെട്ടു വന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതും മുകുന്ദ് തന്റെ ഭാര്യ ഇന്ദുവിനെയും മകളെയും കാണുവാൻ പോയി. ഇന്ദുവിനും മകൾക്കും മുകുന്ദ് ഒരു സർപ്രൈസ് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇന്ദു അത് കണ്ടേറെ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ പിന്നാലെയാണ് മുകുന്ദിന് ബുള്ളറ്റേറ്റ കാര്യം ഇന്ദു അറിയുന്നത്. അതറിഞ്ഞതും ഇന്ദു ആകെ ദുഃഖിതയായി. അവൾ കരയാനും മറ്റും ആരംഭിച്ചു. പക്ഷേ മുകുന്ദെന്ന് ഇന്ദുവിനോട് പറഞ്ഞു, ഞാൻ സർവീസിലിരുന്ന് എനിക്ക് എന്തു തന്നെ സംഭവിച്ചാലും നീ ഒരിക്കലും കരയരുത്. എന്റെ ഭാര്യ ആരുടെ മുമ്പിലും കരയരുത്. ആരുടെ മുമ്പിലുമല്ലേ കരയാൻ പാടില്ലാത്തത്? ഇവിടെ ആരുമില്ലല്ലോ, ഞാൻ കരയുമെന്ന് പറഞ്ഞ് ഇന്ദു തന്റെ കരച്ചിൽ തുടർന്നു. മുകുന്ദ് ഇന്ദുവിനെ ചേർത്ത് പിടിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ചു ദിവസം സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. മുകുന്ദും ഇന്ദുവും മകൾ ആർഷയെയും ഒന്നിച്ച് ഒരുപാട് സമയം ചിലവഴിച്ചു. പതിയെയാണെങ്കിലും മുകുന്ദ് സുഖപ്പെട്ടു വന്നു. ഇതിനിടയിൽ മുകുന്ദിന്റെ ഹൗസിംഗ് ലോണിന് വേണ്ട ചെക്കും കാര്യങ്ങളും പാസായി. വളരെ പെട്ടെന്ന് തന്നെ അവർ സ്വന്തമായിട്ട് ഒരു ഫ്ളാറ്റും വാങ്ങി. 2014 ഇമ്പോർട്ടന്റ് കോൾ വന്ന ശേഷം മുകുന്ദ് തിരികെ പോകുന്നത്. തന്റെ ഫാമിലിയോട് യാത്ര പറഞ്ഞ് മുകുന്ദ് ക്യാമ്പിലേക്ക് തിരികെ എത്തി. കാശ്മീരിൽ ഇലക്ഷൻസ് വരാനിരിക്കുകയായിരുന്നു. തീവ്രവാദി സംഘടനകൾ ഇലക്ഷൻ തടയാൻ ശ്രമിക്കും എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കാനായിരുന്നു ഡബാസ് നിർദ്ദേശം കൊടുത്തത്. മുകുന്ദും ടീമും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇലക്ഷൻ സമയമായതുകൊണ്ട് മുകുന്ദിനും സംഘത്തിനും ജോലിഭാരം കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ഇലക്ഷന്റെ 3ാം ഘട്ടം, കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 24 തീയതി. നല്ല രീതിയിലുള്ള സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് ഒക്കെ നന്നായി നടന്നിരുന്നു. നല്ല പോളിംഗ് ശതമാനവും രൂപപ്പെട്ടു. ഏവരും സന്തോഷത്തിലായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വോട്ടിംഗ് മെഷീൻസ് ഒക്കെയായി പോകുന്നുണ്ടായിരുന്ന വാഹനവ്യൂഹം തീവ്രവാദികളാൽ ആക്രമിക്കപ്പെട്ടു. ആസിഫ് വാനിയും സംഘവുമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. നിരവധി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ഇലക്ഷൻ ഉപകരണങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. വോട്ട് ചെയ്യാതിരിക്കാൻ ജനങ്ങളെ ഭീതിപ്പെടുത്താനുള്ള ആസിഫ് വാനിയുടെ പണിയായിരുന്നു അത്. ഏറെ ദുഃഖത്തോടെയും ദേഷ്യത്തോടെയും സങ്കടത്തോടെയും മുകുന്ദ് അന്നതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. പിറ്റേന്ന് പുലർച്ചെ മുകുന്ദ് തയ്യാറായി വിളിക്കുമ്പോഴായിരുന്നു ഇന്ദു ഉണരുന്നത്. ഇന്ദുവിനോട് മുകുന്ദ് സംസാരിച്ചു. അന്ന് ഏപ്രിൽ 25 തീയതിയായിരുന്നു. ഒരു മാസം കഴിഞ്ഞാൽ തനിക്ക് ലീവുണ്ടെന്നും അവിടെ വന്ന് സന്തോഷത്തോടെ ഇരിക്കാം, ആർഷയോട് പറയണ്ട, സർപ്രൈസ് കൊടുക്കാമെന്നും മുകുന്ദെന്ന് പറയുന്നുണ്ട്. ഇന്ദുവും ഏറെ സന്തോഷിച്ചു. കൂട്ടത്തിൽ മുകുന്ദ് ഒരു കാര്യവും പറഞ്ഞു. ഇന്ദു, വൈകിട്ട് ഞാൻ കോൾ ചെയ്താലും ഇല്ലെങ്കിലും 8 മണിയാവുമ്പോ മോളെ മുറക്കി നീയും ഉറങ്ങിക്കോണം, ആരോഗ്യത്തോടെ ഇരിക്കെ എന്ന് പറഞ്ഞ മുകുന്ദ് സ്നേഹത്തോടെ ഇന്ദുവിനോട് സംസാരിച്ച് ജോലിക്കായി ഇറങ്ങി. ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഒരു വൈറ്റൽ ഇൻഫർമേഷൻ മുകുന്ദിനെ തേടി എത്തുന്നത്. വഹീദായിരുന്നു അതുവെന്ന് പറഞ്ഞത്. ദൂദ്പാത്രി എന്ന ഗ്രാമത്തിലെ ഒരു വീട് പിടിച്ചെടുത്ത് ആസിഫ് വാനി അടക്കമുള്ള തീവ്രവാദികൾ അവിടെ തമ്പടിച്ചിട്ടുണ്ടെന്ന്. നിരവധി സിവിലിയൻസും അവിടെ ബന്ദികളായിട്ടുണ്ട്. ഉടൻ തന്നെ മുകുന്ദ് കേണലിന് വിവരം റിപ്പോർട്ട് ചെയ്തു. തന്റെ ടീമുമായി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ആസിഫ് വാനിയുടെ അച്ഛനെ കൊണ്ടുവന്ന് എല്ലാവരെയും മോചിപ്പിക്കാനും ആസിഫ് വാനിയോട് കീഴടങ്ങാനും മുകുന്ദ് പറയിപ്പിച്ചു നോക്കിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. അതോടെ ആക്രമണത്തിന് മുകുന്ദ് തന്റെ ടീമിന് നിർദ്ദേശം കൊടുത്തു. പെട്ടെന്നാണ് ആ ബിൽഡിംഗിൽ വലിയ തോതിൽ RDX സൂക്ഷിച്ചിട്ടുണ്ടെന്നും ആർമി ആക്രമിച്ചാൽ സ്ഫോടനം നടത്തും എന്നുമുള്ള കാര്യം മുകുന്ദിന് മനസ്സിലാകുന്നത്. മുകുന്ദ് അതോടെ തന്റെ ടീമിനെ തിരികെ വിളിച്ചു. ചുറ്റുവട്ടത്ത് ഒരുപാട് വീടുകളും സാധാരണക്കാരായ ജനങ്ങളുമുള്ളതാണ്. രവി, മൈക്കിൾ, വഹീദ്, രാജേഷ്, സൈഫുദ്ദീൻ എന്നിവരോട് അവിടുത്തെ സിവിലിയൻസിനെ ഒഴിപ്പിക്കാൻ മുകുന്ദ് നിർദ്ദേശം കൊടുത്തു. സംഘം ചേർന്നുള്ള ഒരു ആക്രമണം തീവ്രവാദികൾ തമ്പടിച്ചിരിക്കുന്ന ഒറ്റപ്പെട്ട വീട്ടിലേക്ക് കടന്നുകയറി ചെല്ലൽ നല്ലൊരു പദ്ധതിയായി മുകുന്ദിന് തോന്നിയില്ല. കേണൽ വന്നപ്പോ മുകുന്ദ് ആ കാര്യം അറിയിച്ചു. വലിയ അപകടമാണ് എന്ന് മുകുന്ദിനോട് കേണൽ പറഞ്ഞെങ്കിലും മുകുന്ദ് തനിയെ പോയി ഒരു ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ബഡ്ഡിയായ വിക്രമും താനും ജോയിൻ ചെയ്യുന്നു എന്ന് മുകുന്ദിനെ അറിയിച്ചു. ഇതേ സമയം മറുവശത്ത് ഷോപ്പിങ്ങിന് പോയി ഇന്ദുവും മകളും തിരികെ വന്നിരിക്കുകയായിരുന്നു. ഫോൺ ലിവിംഗ് റൂമിലെ ടേബിളിന് മുകളിൽ വെച്ച് അതെടുക്കുവാൻ ഇന്ദു മറന്നും പോയി. വൈകാതെ മുകുന്ദും വിക്രമും ചേർന്നുള്ള മിലിറ്ററി ഓപ്പറേഷൻ ആരംഭിച്ചു. വീടെത്തുന്നവരെ മറ്റുദ്യോഗസ്ഥർ അവർക്ക് വേണ്ടി കവർ ചെയ്തു. വീടിനകത്തെത്തിയതും വിദഗ്ധമായി ഓരോ തീവ്രവാദിയെയും വകവരുത്തി ബന്ദികളെ മോചിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ആസിഫ് വാനിയുള്ള ഇടത്തേക്കും അവർ എത്തിച്ചേർന്നു. ആസിഫ് വാനിയെ എതിരിടാൻ വിക്രം ചാടി വീണെങ്കിലും ആസിഫ് വാനി വിക്രത്തെ വെടിവെച്ച് വീഴ്ത്തി. തന്റെ പ്രിയ സഹോദരൻ കൊല്ലപ്പെട്ടു വീണത് കണ്ടതും മുകുന്ദിന് സഹിച്ചില്ല. മുകുന്ദ് ഒരു ഗ്രനേഡ് എടുത്ത് ആ മുറിയിലേക്കിട്ടു. ആസിഫ് വാനി അതോടെ പുറത്തു ചാടിയിരുന്നു. പിന്നെ മുകുന്ദും ആസിഫ് വാനിയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കുകയാണ്. ശക്തമായ ഏറ്റുമുട്ടലിനൊടുവിൽ ആസിഫ് വാനിയെ
വകവരുത്താൻ മുകുന്ദിന് സാധിച്ചു. രാത്രി 7:30 മണിയോടെ അറ്റാക്ക് മുഴുവനായും അവസാനിച്ചിരുന്നു. വിജയം അറിയിച്ച് മുകുന്ദ് അവശതയിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് കണ്ട് പട്ടാളക്കാരൊക്കെയും സന്തോഷിച്ചിരുന്നു. പക്ഷേ പുറത്തെത്തിയതും മുകുന്ദ് കുഴഞ്ഞു വീഴുകയാണ്. ഏവരും ഓടിക്കൂടി. മുകുന്ദിന്റെ ദേഹത്തിൽ ആക്രമണത്തിൽ സംഭവിച്ച ബുള്ളറ്റ് കയറിയ വലിയ മുറിപ്പാടുകളുണ്ടായിരുന്നു. ചോര വാർന്നുകൊണ്ടിരുന്നു. ഉടനടി മുകുന്ദിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും യാത്രാമധ്യേ മുകുന്ദ് മരണപ്പെട്ടു. മുകുന്ദിന്റെ മരണവാർത്ത ഇന്ദുവിനെ അറിയിക്കാൻ നിരവധി തവണ കോൾ ചെയ്യപ്പെട്ടെങ്കിലും ഫോൺ ലിവിംഗ് റൂം ടേബിളിൽ വെക്കപ്പെട്ട് പോയതുകൊണ്ട് മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഇന്ദു അതറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ മുകുന്ദിന്റെ അച്ഛനും അമ്മയും തകർന്നുപോയിരുന്നു. അവർ വേദന കൊണ്ട് കരഞ്ഞു. പലരും ഇന്ദുവിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇന്ദുവിനെ കണക്ട് ചെയ്ത് കിട്ടിയില്ല. പിറ്റേന്ന് പുലർച്ചെ ഇന്ദുവിന്റെ മൂത്ത ചേട്ടൻ ആൻഡ്രൂസ് ഇന്ദുവിന്റെ വീട്ടിലെത്തി. ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ ഇന്ദു ഒന്നും അറിയാതെയായിരുന്നു വാതിൽ തുറന്നത്. ആൻഡ്രൂസ് മുകുന്ദിന്റെ കാര്യം ഇന്ദുവിനോട് സാവധാനത്തിൽ പറഞ്ഞു. ഇന്ദു പക്ഷേ ആദ്യം അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നാലെയാണ് കേണലിൽ നിന്നുള്ള വിവരം ഇന്ദു കേൾക്കുന്നത്. അതോടെ ഇന്ദു ആകെ തകർന്നിരുന്നു പോയി. ഒരു നിമിഷം അവൾ കരഞ്ഞുപോയി. കരച്ചിൽ പിടിച്ചു നിർത്താൻ അവളേറെ ബുദ്ധിമുട്ടി. പെട്ടെന്നായിരുന്നു ജോലിസ്ഥലത്ത് വെച്ച് ജോലി സമയത്ത് തനിക്കെന്ത് സംഭവിച്ചാലും കരയരുത് എന്ന മുകുന്ദിന്റെ വാക്കുകൾ അവൾ ഓർത്തത്. കണ്ണുകൾ തുടച്ച് അവൾ കരയാതിരുന്നു. ഗൺസല്യൂട്ടുകളോടെ മുകുന്ദിന്റെ മൃതശരീരം കാശ്മീരിൽ നിന്ന് താമ്പരത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. രാഷ്ട്രീയ റൈഫിൾസിലെ മുഴുവൻ പട്ടാള ഉദ്യോഗസ്ഥരും നിറകണ്ണുകളോടെ മുകുന്ദിന് യാത്ര നേർന്നു. കൂട്ടത്തിൽ വിക്രം സിംഗിനും യാത്രയയപ്പ് നടക്കുന്നിടത്തെ ബോർഡിൽ എഴുതി ചേർത്തിരുന്നു, ഞാൻ പോയിട്ടില്ല. ഞാൻ എവിടെ പോവാനാണ്? നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും ഈ ഭൂമിയിൽ പുനർജനിക്കും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളെപ്പറ്റി പറയുക. നിങ്ങളുടെ നാളേക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഇന്നിന് നൽകിയെന്ന്. താമ്പരത്തെ വീട്ടിലേക്ക് മുകുന്ദിന്റെ മൃതദേഹം വന്നു ചേർന്നു. ഏവരും പൊട്ടിക്കരയുമ്പോൾ കരയാതെ നിന്നിരുന്നത് മുകുന്ദിന്റെ വാക്കുകൾ അനുസരിച്ച് മുകുന്ദിനോടുള്ള ആദരപൂർവ്വം മുകുന്ദിന്റെ പ്രിയപ്പെട്ട ഇന്ദുവായിരുന്നു. പൊതുപ്രദർശന വേളയിൽ മുകുന്ദിന്റെ മൃതദേഹ പെട്ടിയോട് ചേർന്ന് ഇന്ദു മുകുന്ദിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഒന്നും മനസ്സിലാവാതെ ഒന്നും അറിയാതെ ആർഷയെ അവിടെ ഉണ്ടായിരുന്നു. ഓരോ ഘട്ടങ്ങളും കടന്നുപോയി. മുകുന്ദിന്റെ വസ്തുക്കൾ ഇന്ദുവിന് കൈമാറി. കൂട്ടത്തിൽ മുകുന്ദിന്റെ പേഴ്സും. ആ പേഴ്സിനുള്ളിൽ മുകുന്ദ് ആദ്യമായി ആർമിയിൽ പോയപ്പോൾ മുകുന്ദിനായി കൊടുത്തയക്കപ്പെട്ട ഇന്ദുവിന്റെ ഫോട്ടോ സൂക്ഷിക്കപ്പെട്ടിരുന്നു. വൈകാതെ മുകുന്ദിന്റെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായി. ആ അവസാന നിമിഷത്തിൽ കണ്ണുനീരൊഴുക്കാതെ നിറകണ്ണുകളോടെ ഇന്ദു മുകുന്ദിനെ യാത്രയാക്കി. കടലിൽ മുകുന്ദിന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യപ്പെട്ടു. വർഷം 2015 ജനുവരി 25. ഇന്ദു റബേക്ക വർഗീസും ആർഷയ മുകുന്ദും മുകുന്ദിന്റെ അച്ഛനും മുകുന്ദിന്റെ അമ്മയും ചേർന്ന് ഡൽഹിയിലേക്കുള്ള വിമാനത്തിലാണ്. ഇന്ദു ഓർത്തെടുത്ത് പറഞ്ഞു, ഈ കടലും ആകാശവും തമ്മിലുള്ള ദൂരമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. എന്റെ പ്രിയപ്പെട്ടവനുമായി എന്നേക്കുമായി ഞാനൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. 2015 ജനുവരി 26 ഇന്ദുവിനെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ആ റിപ്പബ്ലിക് ദിനത്തിൽ പ്രസിഡന്റ് പ്രണബ് മുഖർജിയിൽ നിന്നും ഏറ്റവും വലിയ സേനാ മെഡലായ അശോക ചക്ര തന്റെ പ്രിയപ്പെട്ട മുകുന്ദിനു വേണ്ടി ഇന്ദു ഏറ്റുവാങ്ങി. ജൂൺ 1 ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ മുകുന്ദിന്റെ ശില്പം സ്ഥാപിക്കപ്പെട്ടു. ഓരോ നിമിഷവും മുകുന്ദ് കൂടെയുള്ള പോലെ തന്നെ ഇന്ദുവിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരുപാട് മനുഷ്യരുടെ ഓർമ്മകളിൽ മേജർ മുകുന്ദ് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഇന്ദു ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ടീച്ചറായി ജോലി നോക്കുകയാണ്. മേജർ മുകുന്ദിനൊപ്പം മരണപ്പെട്ട ധീര രക്തസാക്ഷി വിക്രം സിംഗിന് ശൗര്യചക്ര എന്ന സേനാ മെഡൽ ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ സുശീല സിംഗ് ആയിരുന്നു അത് ഏറ്റുവാങ്ങിയത്. മുകുന്ദിന്റെ പാരന്റ്സ് ഇപ്പോഴും താമ്പരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതകഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.